കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ശാപത്താലും രോഗത്താലും കടഭാരത്താലും കുടുംബത്തിൽ സമാധാനമില്ലാതെയും ഒക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ഈ ലോകത്തേക്ക് പിതാവാം ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ അയച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറയുന്നത്. ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയുമ്പോൾ ഏത് സാഹചര്യത്തെയും ഏതവസ്ഥയും നേരിടുവാനുള്ള ധൈര്യം, അതിനുള്ള ശക്തി ദൈവം നമ്മുടെ ഉള്ളിൽ പകരുകയാണ്. സ്നേഹത്താൽ നിറയുമ്പോൾ തൻ്റെ പുത്രനായ യേശുവിനെ സ്നേഹം മൂലം പിതാവ് ഈ ലോകത്തേക്ക് അയച്ചു. നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പരിഹാര ബലിയായി യേശു കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടു. അതുകൂടാതെ നിത്യജീവൻ അവൻ നമുക്ക് നൽകി തരികയും ചെയ്തു. ഇന്ന് തൻ്റെ പുത്രനെ ഈ ലോകത്തേക്ക് നമ്മുടെ രക്ഷയ്ക്കായിട്ട് വിടുതലിനായി അയച്ച ആ മനോഹരമായ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. കുമളിയിൽ വെച്ച് നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദറിലൂടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ മനോഹര സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കുക. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിൽ നാളെയെക്കുറിച്ചോർത്ത് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റിയ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരനും ഇരിക്കാനൊക്കില്ല. കാരണം നാളെ എന്താണെന്ന് അറിയാനൊക്കില്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാനോ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ മരണത്തെ ജയിച്ചുയർത്തും. ആമേൻ. കർത്താവായ യേശുവിൽ ഉറപ്പുള്ള ഒരാൾക്ക് ഈ പാട്ട് പാടാനൊക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥത്തിൽ മാത്രമല്ല, ഈ ലോകത്തിനപ്പുറത്ത് വേറൊരു ജീവിതമുണ്ട്. അതിനെക്കുറിച്ച് ഓർത്തും എനിക്ക് പേടിക്കണ്ട. അങ്ങനെ ധൈര്യമുള്ളവരൊന്ന് ചേർന്ന് പാടിക്കേ. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്തോ ആയത്ര ധന്യമേ ലോകജീവിതം ആയത്ര ധന്യമേ ലോകജീവിതം because he lives
അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കാൻ പോകും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ക്ഷയിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുത വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത്. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണപാശങ്ങളെ ദൈവം അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാചകം ഇതാണ്: ദൈവം കാണിച്ചു തന്ന പുരുഷൻ. ലോകത്തിൽ എത്രയോ പുരുഷന്മാർ വന്നു, ലോകത്തിൽ എത്രയോ മഹാന്മാർ വന്നു, എന്നാൽ ദൈവം ചൂണ്ടിക്കാണിച്ച പുരുഷൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഒരുവനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ടിതാണ്: ദൈവം കാണിച്ചു തന്ന പുരുഷൻ യേശു. എല്ലാവരും പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ആ പുരുഷനെ ഉയർത്തി കാണിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. ബാക്കി ലോകത്തിൽ വന്ന സകല മഹാന്മാരും സകല പുരുഷന്മാരും അവരുടെ കല്ലറകളിൽ അവരുടെ പേര് നന്നായി കൊത്തിവെച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇതാ കല്ലറയെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും കല്ലറ പോലും ഇവനെ എനിക്ക് പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല എന്ന് സാക്ഷ്യം പറഞ്ഞ ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ഇന്ന് രാത്രി കർത്താവിനെ ഉയർത്തി കാണിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചത് പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുകയാണ്. ആരോടാ പ്രസംഗിക്കുന്നതെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിന്ന ഇസ്രായേൽ ജനങ്ങൾ. ആ ഇസ്രായേൽ ജനങ്ങൾ യേശുവിനെ ക്രൂശിച്ചു കൊന്നു. അവരോർത്തു, ഞങ്ങളുടെ മതത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ആളെ ഞങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, 3-ാം നാൾ ശക്തിയോടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തന്നെ ക്രൂശിച്ചവരെ അവരോട് പ്രതികാരം ചെയ്യുവാനല്ല കർത്താവ് വന്നത്, മറിച്ച് തന്നെ ക്രൂശിച്ചവരെയും തന്നെ ഉപദ്രവിച്ചവരെയും രക്ഷിപ്പാൻ കരങ്ങൾ നീട്ടി വരുന്ന ഒരു നല്ല കർത്താവിനെ നമ്മൾ കാണുന്നു. ഈ ഒരു നല്ല രക്ഷകനെ എല്ലാവരും ചേർന്നൊരു സ്തുതിച്ചേ. എല്ലാവരും ഒന്ന് കരം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നല്ല കർത്താവിനെ ഒന്ന് ആരാധിച്ച ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, നന്ദിയോടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഇസ്രായേൽ ജനങ്ങളാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഭയന്ന് മുറികൾ അടച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് വിവിധ രൂപത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷനായി. അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഗുരുവിനെ ക്രൂശീകരണം ഞങ്ങൾ കണ്ടതല്ലേ, ഞങ്ങളുടെ ഗുരുവിനെ കല്ലറയിൽ വെക്കുന്നത് ഞങ്ങൾ കണ്ടതല്ലേ. എന്നാൽ യേശു അവരുടെ നടുവിൽ വന്നു. മാത്രമല്ല, യേശു അവരോട് പറഞ്ഞു, എന്നെ തൊട്ടു നോക്ക്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എനിക്കിതാ. അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചു, തൊട്ടു നോക്കി. എന്നാൽ അപ്പോൾ തന്നെ കതകടച്ചിരുന്ന മുറിയിൽ അവൻ പ്രത്യക്ഷനായി. ആമേൻ. കർത്താവ് പറഞ്ഞു, അവർ പറഞ്ഞു, അയ്യോ ഭൂതം ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചപ്പോൾ, ഭൂതങ്ങൾക്ക് എന്നിലുള്ളതുപോലെ അസ്ഥിയും മാംസവുമില്ല. യെസ്, അസ്ഥിയും മാംസവും ഉള്ളപ്പോൾ തന്നെ അടച്ച മുറിക്ക് അകത്ത് വരാവുന്ന ഒരു ദിവ്യ ശരീരവുമായി നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിന് ഒരു മാറ്റവുമില്ലാത്തവനായി ഇന്നും ജീവിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മാത്രമല്ല, കരങ്ങളിൽ ആണിപ്പഴുതുകൾ ഉണ്ടായിരുന്നു. യെസ്, ആ ജീവനുള്ള കർത്താവിനെ ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നു. ആ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആണ്ടിൽ ഒരിക്കൽ യെരൂശലേമിൽ വന്നേര് അവിടെ കാണാമെന്നല്ല പറഞ്ഞത്. ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച ആരാധന സ്ഥലത്ത് വന്നേര് അവിടെ വരാമെന്നല്ല പറഞ്ഞത്. എല്ലാ നാളും നിങ്ങൾ പോകുന്നിടത്ത് ഞാൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് യേശു മാത്രം. സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഇതാ കർത്താവായ യേശുവിൻ്റെ കല്ലറ തുറന്നു. ഈ ഭയന്നിരുന്ന ശിഷ്യന്മാർ 40 ദിവസം കൊണ്ട് അവർക്ക് അവരെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ യേശു കർത്താവ് തന്നെ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെ ശാസിച്ചു. നിങ്ങൾക്ക് എന്നിട്ടും വിശ്വാസമാകുന്നില്ലേ എന്ന് ചോദിച്ചു. തോമസ് പറഞ്ഞു, അവൻ്റെ ആണിപ്പഴുതിൽ കൈ ഇട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. എന്നാൽ കർത്താവ് അടുത്ത തവണ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക എന്ന് പറഞ്ഞു.
അവൻ പൊട്ടിപ്പോയി, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു. ഉടനെ പറഞ്ഞു, തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ എന്നെ കാണാതെ തന്നെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം വരുന്നുണ്ട്. അവർ നിങ്ങളിലും ഭാഗ്യവാന്മാർ. അതിലൊരു കൂട്ടമാ ഇന്ന് എൻ്റെ കൂടെ ഈ കുമളിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പത്രോസ് ശ്ലീഹ പറയുമ്പോൾ, പത്രോസിന്റെ ലേഖനത്തിൽ പറയാണ്, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചതിനാൽ നിങ്ങൾ മഹാസന്തോഷം പ്രാപിക്കുന്നു. 2000 വർഷം മുമ്പ് ഇവിടുന്ന് അനേകായിരം മൈലുകൾക്കപ്പുറത്ത് ഒരു കല്ലറ തുറന്ന് ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു, അവിടെ ചിലർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ ഇതാ കുറെ പേർ കുമളിയിൽ വട്ടം കൂടിയിരിക്കുന്നു. എന്നാൽ അത് വിശ്വസിച്ചപ്പോൾ ഇന്ന് രാത്രി ഒരു സഹോദരിയുടെ അൾസർ സൗഖ്യമായി. ഇന്ന് പകൽ വേറൊരു ബ്രദറിന്റെ അൾസർ സൗഖ്യമായി. കണ്ണുകൾ കാഴ്ച കിട്ടുന്നു. മാത്രമല്ല, ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്നവർ രൂപാന്തരപ്പെട്ടിതാ നമ്മുടെ നടുവിലിരിക്കുന്നു. ആ യേശു ഉയർത്തു ജീവിക്കുന്നതിനായി കരങ്ങൾ തട്ടി വായി തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകലരോടും ഈ സുവിശേഷം പറയണം, ഞാൻ ഉയർത്തുന്നു. വിശ്വസിക്കുന്ന ആരെങ്കിലും അത് വിശ്വസിച്ചോ, അവനൊരു അത്ഭുത വ്യക്തിയാവും. പ്രസംഗിക്കുന്ന നിങ്ങൾ അത്ഭുത വ്യക്തിയാകുമെന്ന് മാത്രമല്ല, ഈ ഉയർത്തെഴുന്നേറ്റ എൻ്റെ വചനം കേട്ട മക്കൾ അത് വിശ്വസിക്കുന്നവരെ ഞാനൊരു അത്ഭുതമാക്കി മാറ്റും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കാൻ തുടങ്ങും. അവർ വാ കൊണ്ട് കൽപ്പിക്കുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുമാറും. അവർ കരം വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാവും. അവർ അത്ഭുത വ്യക്തികളായിരിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിച്ച നിന്നിലും ഒരു ഉയർപ്പ് നടന്നിട്ടുണ്ട്. നീയും ചിലയിടത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുക. അതുകൊണ്ടാണ് ക്രിസ്തു യേശുവിനോട് കൂടെ നമ്മളും ഉയർത്തിരിക്കുക. സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുക. പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ നമ്മളിരിക്കുന്ന അതിന് നടുവിലല്ല, സ്വർഗസ്ഥലങ്ങളിലാണ്. ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുക, നമ്മയും തന്നോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിലിരിക്കുന്നു. കരിങ്കൽ തുറങ്കിലകത്ത് കിടക്കുമ്പോഴും നല്ല സ്വർഗത്തിലിരിക്കുന്ന അനുഭവം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിച്ച വ്യക്തിയുടെ നില മാറി, ഇരിപ്പ് മാറി, അവൻ്റെ അവസ്ഥ മാറി, അവൻ്റെ പേര് മാറി, അവൻ കാര്യങ്ങളെ കാണുന്ന രീതി മാറി. ക്രിസ്തുവിൽ വിശ്വസിച്ചതോടെ നീ ഒരു അത്ഭുത വ്യക്തിയായി മാറിയിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. അതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൽ ഈ ശിഷ്യന്മാർ വിശ്വസിച്ചു. എന്നാൽ തൻ്റെ ഒടുവിൽ 40 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും ഈ വലിയ സുവിശേഷം പറയണം, ഞാൻ ഉയർത്തിരിക്കുന്നു. എൻ്റെ നാമം വിളിക്കുന്ന ഏവനും ഞാൻ വിടുതൽ കൊടുക്കും. സ്തോത്രം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവ് അവരുടെ അവിശ്വാസത്തെ, ഹൃദയകാഠിന്യത്തെ ശാസിച്ചു. അവരുടെ മേൽ ഊതി, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരട്ടെ എന്ന് പറഞ്ഞു. അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവരുടെ ഹൃദയം മാറ്റപ്പെട്ടു. അവരുടെ അവിശ്വാസമെല്ലാം മാറി. പിന്നീട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തെങ്കിലും ഇവരുടെ പ്രതിസന്ധികളുള്ള ആ ദേശത്തും അവർ തുള്ളിച്ചാടിയാണ് നടന്നത്. യേശു ഞങ്ങളുടെ കൂടെ ഉണ്ട്, യേശു കൂടെ ഉണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ സ്തോത്രം നിങ്ങളുടെ മേൽ പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ തരും. അതിനുവേണ്ടി നിങ്ങൾ മാളികമുറി വിട്ടുപോകാതെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇവർ അടുത്ത ദിവസങ്ങളിൽ ഈ ശിഷ്യന്മാരും കൂടെ ചില സ്ത്രീകളുമെല്ലാം അടങ്ങുന്ന 120 പേരുള്ളൊരു കൂട്ടം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു വാഗ്ദാനം ചെയ്ത പോലെ ദൈവശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവ ചൈതന്യമൊന്നോ അരൂപിയെന്നോ എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ പേര് പറയുന്നത്, ആ ദൈവശക്തി അവരുടെ മേൽ ഇറങ്ങി വന്നു. സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങി ആവസിച്ചുടനെ അവർ അഭിഷേകത്തിൽ നിറഞ്ഞ് അവരുടെ നാവുകൾ ചലിക്കാൻ തുടങ്ങി. അവർ പുതുഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആനന്ദം കൊണ്ട് അവർ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. അവരെ കണ്ടവരിങ്ങനെ പറഞ്ഞത്, ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു. ഒരു വലിയ ആത്മലഹരി ഉണ്ടായി. ലോകത്തിൽ ലഹരി കഴിക്കുന്നവർ, വീഞ്ഞു കുടിച്ചവർ, മദ്യപിക്കുന്നവർ, അവർക്ക് അല്പനേരം വലിയൊരു ആനന്ദമാണ്. എന്നാൽ ഈ ലോകം കൊടുത്തതല്ലാത്ത, ഈ ലോകത്തിൻ്റെ മദ്യം കൊണ്ടല്ല, കർത്താവ് ഉയരത്തിലേക്ക് പോയി ഒരു പുതു വീഞ്ഞ് നമുക്കൊരുക്കിയതാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇവർ അങ്ങനെ സന്തോഷിച്ച് ആനന്ദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആനന്ദം കണ്ട് ഒത്തിരി പേര് ഓടി വന്നു.
ഓടി വന്ന ചിലർ പറഞ്ഞു, ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പരിഹസിച്ചു. വേറെ ചിലർ പറഞ്ഞില്ല, ഇതെന്തോ ഒരു വലിയ ദൈവപ്രവൃത്തിയാ, ഇവരുടെ അധരങ്ങളിൽ കൂടെ വരുന്ന സാധാരണ വാക്കുകളല്ല, ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളാണ്. അങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന 120 പേരുടെ മധ്യത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇത് മദ്യപിച്ചവരുടെ കൂത്താടുകയുള്ള കാര്യങ്ങളല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കാണുന്നത് ഈ ലോകത്തിൻ്റെ മദ്യത്തിൻ്റെ ലഹരിയിൽ ഇവർ ആറാടുന്നതല്ല, മറിച്ച് നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ യേശുവിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇസ്രായേൽക്കാരാണ് ക്രൂശിച്ചവരോട് പറയാ, ഇസ്രായേൽ പുരുഷന്മാരെ. ആ ഭാഗം ഒന്നുകൂടെ വായിക്കുന്ന ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 2:22 ക്രൂശിച്ച യേശുവിനെ ക്രൂശിച്ചവരോട് പറയാ, ഇസ്രായേൽ പുരുഷന്മാരെ. ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ 3.5 വർഷം ജീവിച്ചപ്പോൾ അവൻ കുരുടന്മാരുടെ കണ്ണുകൾ തുറന്നു, മുടന്തന്മാരെ വിടുവിച്ചു, കാറ്റിനെയും കടലിനെയും ശാസിച്ചടക്കി, ഭൂതങ്ങളെ ശാസിച്ചപ്പോൾ അവ ഇറങ്ങിപ്പോയി, മരിച്ചവരെ ഉയർപ്പിച്ചു. അങ്ങനെ ലോക ചരിത്രത്തിൽ ഇതുപോലൊരു വ്യക്തി ആരും കണ്ടിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ദൈവം കാണിച്ചു തന്നു, ഇവനാ രക്ഷകൻ. നാട്ടുകാർ കാണിച്ചു തന്ന പുരുഷനുണ്ട്, നാട്ടുകാർ വോട്ട് ചെയ്ത് ചൂണ്ടിക്കാണിച്ചവരുണ്ട്, എന്നാൽ ദൈവം കാണിച്ചു തന്ന ഒരു പുരുഷനുണ്ട്, അവന്റെ പേരെത്ര? യേശു. ദൈവം മാനവജാതിക്ക് വേണ്ടി ഉയർത്തി കാണിക്കുന്ന ഒരു നാമമുണ്ട്, ആ നാമം അത്ര യേശുവിന്റെ നാമം. ഇന്ന് രാത്രി ആ നാമം ഞാനിവിടെ ഉയർത്തുകയാണ്. ദൈവം കാണിച്ചു തന്ന പുരുഷൻ, ദൈവം മാനവജാതിക്ക് കാണിച്ചു തന്ന പുരുഷൻ, ദൈവം നിനക്ക് കാണിച്ചു തന്ന പുരുഷൻ, ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി കാണിച്ചു തന്ന പുരുഷൻ, ദൈവം നിന്റെ ഭാവിക്ക് വേണ്ടി കാണിച്ചു തന്ന പുരുഷൻ, ദൈവം നിന്റെ കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാണിച്ചു തരുന്ന ഒരു പുരുഷൻ, ദൈവം നിന്റെ പാപമോചനത്തിന് വേണ്ടി കാണിച്ചു തരുന്ന ഒരു പുരുഷൻ, ദൈവം നിന്റെ അനുഗ്രഹത്തിനായി കാണിച്ചു തരുന്ന ഒരു പുരുഷൻ, ദൈവം നിന്റെ മരണാനന്തര ജീവിതത്തിനായി കാണിച്ചു തരുന്ന ഒരു പുരുഷൻ, ദൈവം നിന്റെ ജയ ജീവിതത്തിനായി കാണിച്ചു തരുന്ന ഒരു പുരുഷൻ, അവനത്രേ യേശു. ആമേൻ. സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതിനാൽ നിങ്ങളുടെ മുമ്പിൽ ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് കാണിച്ചു തന്ന പുരുഷൻ. വായിച്ചാട്ടെ. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ. നിങ്ങൾ നോക്കുമ്പോൾ അവൻ നസ്രയത്തുകാരനായ യേശുവാ. നിങ്ങൾ അവനെ വിളിച്ചത് നസ്രായനായ യേശു, അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു. സ്തോത്രം. അവൻ നസ്രയത്തുകാരനല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അവനെ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിച്ചു, അവൻ ദാവീദ് പുത്രനുമല്ല. അതാ ഞാൻ പറയാൻ പോകുന്നത്. അവൻ നസ്രയത്തുകാരനുമല്ല. പക്ഷെ അവൻ നസ്രയത്തിൽ വന്നു. നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് തൻ്റെ ജനനത്തിന് 700 വർഷത്തിന് മുമ്പ് പ്രവാചകൻ അരുളിച്ചു. അവൻ കന്യകയിലാണ് ജനിച്ചത്, എന്നാൽ അവൻ സാധാരണ മനുഷ്യനല്ല, അവൻ ദൈവപുത്രന്. അവൻ കന്യകയിൽ ജനിക്കുമെന്ന് അവൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പറഞ്ഞു. ദൈവം കാണിച്ചു തന്ന പുരുഷൻ. അങ്ങനെ നിങ്ങളുടെ നടുവിൽ ചെയ്ത അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്. നിങ്ങൾ പിടിച്ചതല്ല, ദൈവം ഏൽപ്പിച്ചതാ. നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ പിടിച്ചതാ, നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ക്രൂശിച്ചതാ. യേശുക്രിസ്തുവിന്റെ മരണം ലോകം വിചാരിച്ചു അവർ കൊടുത്ത ശിക്ഷയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്ന ദൈവം ഒരാടിനെ യാഗവസ്തുവായി പാപിയുടെ പാപം വഹിപ്പാൻ ആടിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെ എൻ്റെ നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും യേശുവിൻ്റെ മരണം ഒരു അബദ്ധ മരണവുമല്ല, അപകട മരണവുമല്ല. യേശുവിൻ്റെ മരണം രോഗം വന്ന് മരിച്ചതല്ല, ആത്മഹത്യയല്ല, കൊലപാതകമല്ല. യേശുവിൻ്റെ മരണം പിതാവ് സ്ഥിര നിർണയത്താൽ ലോകസ്ഥാപനത്തിന് മുമ്പേ പദ്ധതിയിട്ട. ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാ ജനിച്ചതെങ്കിൽ അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ വേണ്ടി ജനിച്ച ഒരുവനേ ഉള്ളൂ. കർത്താവായ യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുപ്പാനും അത്രേ. മാനവജാതിക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത
മനുഷ്യപുത്രനെ യേശു കർത്താവിനെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും, ടി വിയിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ജീവൻ തന്ന ഒരു രക്ഷകൻ, നിന്നെ ജീവനോളം സ്നേഹിച്ച, മരണത്തോളം സ്നേഹിച്ച ഒരു നല്ല രക്ഷകൻ, അവനെയാ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി കാണിക്കുന്നത്. ദൈവം കാണിച്ചു തന്ന പുരുഷൻ. വായിച്ചോളൂ. ദൈവം കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ച് കൊന്നു. നിങ്ങളാ കൊന്നെന്ന് നിങ്ങൾ ഓർത്തു അല്ല, നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. അടുത്ത വാക്യം. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു. നമ്മൾ ഓർക്കും യേശുവിന് വേണ്ടിയാണ്, അല്ല. ആ മരണപാശം അഴിച്ചത് മാനവജാതിക്ക് മുഴുവൻ ഏറ്റവും വലിയ പ്രശ്നമല്ലേ മരണം, അല്ലേ? എന്നാൽ മാനവജാതിയുടെ മുമ്പിൽ നിത്യജീവൻ തുറന്നിട്ടുകൊണ്ട് മരണത്തിന്റെ കെട്ടുകളെ, മരണത്തിന്റെ കയർ ഒരിക്കൽ അഴിഞ്ഞെങ്കിൽ എന്നേക്കും അഴിഞ്ഞു. പാതാളത്തിന്റെ അടിത്തറ ഒരിക്കൽ ഇളകിയെങ്കിൽ എന്നേക്കും ഇളകി. സാത്താന്റെ സിംഹാസനം ഒരിക്കൽ തകർന്നെങ്കിൽ എന്നേക്കും തകർന്നു. പാപം മനുഷ്യൻ ചെയ്ത പാപം, നീ പാപം ചെയ്തില്ലേ എന്ന് പറഞ്ഞ് പാപം നിന്നെ കുറ്റം വിധിച്ചെങ്കിൽ പാപത്തിന്റെ കുറ്റവിധി എന്നേക്കും തീർന്നു. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി, പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. ഇനി നിന്റെ പാപത്തിന്റെ തെറ്റും നിന്റെ ശാപവും നീ ചുമക്കണ്ട, നിനക്ക് വേണ്ടി മറ്റൊരുത്തൻ ചുമന്നു. ഇനി നീ മരിക്കണ്ട, നിത്യ നരകത്തിൽ പോകണ്ട. മരണം അവൻ ആസ്വദിച്ചു. ഹല്ലേലൂയ. ശാപം അവൻ ഏറ്റെടുത്തു, ശിക്ഷ അവൻ ഏറ്റെടുത്തു. ആകയാൽ കർത്താവിന്റെ മരണ പാശങ്ങളെ അഴിച്ചപ്പോൾ എന്റെയും നിങ്ങളുടെയും മരണത്തിന്റെ പാശം അഴിച്ചത്. പേടിക്കണ്ട നീ മരണത്തെ. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. തോമസ്, ഈ സഹോദരിക്ക് ഇന്നിവിടെ വരുമ്പോൾ വയറിനകത്ത് അൾസർ ഉണ്ടായിരുന്നു. 1 വർഷമായിട്ട് ആ അൾസറിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഇവിടെ ഭയങ്കര വേദനയായിരുന്നു. ശ്വാസം വിടാൻ പറ്റിയല്ലായിരുന്നു. ഇത് ശ്വാസം വിടാൻ മേലെ ഡോക്ടറെ വല്ലതും കാണിച്ചായിരുന്നു? മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, കുറഞ്ഞില്ലായിരുന്നു. അൾസറാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ഇവിടെ വേദന ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ തൊട്ട് വെച്ച് പ്രാർത്ഥിച്ച്, അപ്പൊ എന്റെ വേദന അമുക്കിയിട്ടില്ല. ഇപ്പൊ നമുക്ക് നോക്കിട്ടില്ല, സൗഖ്യമായി. ശ്വാസം മുട്ടല് മാറിയോ? അത് മാറി, വിടുതലായി. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പോയി ആ കഴിക്കാൻ മേലാത്ത ഭക്ഷണം ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കണം. ഒരു കുഴപ്പവും കാണത്തില്ല. പൂർണ്ണ വിടുതൽ കർത്താവ് തന്നിട്ടുണ്ട്. കാരണം അടിച്ച കർത്താവിനെ സ്തുതിക്കാം. ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ, നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ രോഗികൾ ഒരുപാട് പേരുണ്ട്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ശരീരത്തിൽ മുഴകൾ, ട്യൂമറുകൾ വളർന്ന് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ശരീരമാസകലം മുറിവുകൾ ഉള്ള പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ശരീരമാസകലം പരിക്കൾ, ഈ കുരുക്കളായിട്ട് വന്ന് തടിപ്പുകളായിട്ട് വന്ന അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. യേശുവിൻ്റെ നാമം പറയുമ്പോൾ അത്ഭുതം നടക്കും. ആ മുഴകൾ പൊഴിഞ്ഞു പോകും. അതുകൂടാതെ നിങ്ങളുടെ ആ ശരീരത്തിലെ വ്രണങ്ങൾ സൗഖ്യമാകും. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരും. അതുപോലെ തന്നെ എല്ലാ രോഗബന്ധനങ്ങളും കർത്താവ് അഴിച്ചു മാറ്റും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ ശരീരത്തിൽ മുഴകളായിട്ട് കുരുക്കളായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ മുഴകൾ പൊഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക. അതുപോലെ തന്നെ കർത്താവെ, ആ ശരീരത്തിൽ വ്രണങ്ങളായിരിക്കുന്നവർ, ആ വ്രണങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. ഡയബറ്റീസ് രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, രോഗബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. അതുകൂടാതെ കർത്താവെ, സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ മാറട്ടെ. അത്ഭുത വഴികൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. കൂടാതെ ഭവനത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൽ സമാധാനം ഉണ്ടാകട്ടെ.
യേശുവെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ആ ഭവനങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ വിടുതലും സൗഖ്യവും അനുഗ്രഹവും ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വരട്ടെ. കർത്താവെ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. എല്ലാം എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ സൗഖ്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സൗഖ്യം കണ്ടാൽ അറിഞ്ഞാൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കരുത്. ആ സാമ്പത്തികമായ പ്രതിസന്ധി മാറി സാമ്പത്തിക വിടുതലിൻ്റെ നന്മയുടെ സാക്ഷ്യവും ഞങ്ങളെ അറിയിക്കണമേ. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന അധികാരത്തിൽ, യേശുവിൻ്റെ നാമത്തിലുള്ള അധികാരത്തിൽ അത്ഭുതങ്ങൾ നടക്കുമല്ലോ. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ വിടുതലുകൾ സംഭവിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കൃപയിൽ സൂക്ഷിക്കട്ടെ. സ്വർഗീയ വിരുദ്ധ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम